ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അജ്രക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ബുമാർ ബ്രാൻഡിൽ വന്നിട്ടുള്ള 290 മീറ്റർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കുറച്ച് അർജൻറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഡീറ്റെയിൽസും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുവാണ് വേണ്ടത്. അയച്ചു തന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറേ ഓർഡേഴ്സ് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അയച്ചേക്കുന്ന ഓർഡേഴ്സ് ആദ്യം എടുത്ത് വരുന്ന അനുസരിച്ചിട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെ ഓർഡേഴ്സ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഫോട്ടോസ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കൊറിയറിലാണോ പോസ്റ്റിലാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ബില്ല് കിട്ടുന്നതായിരിക്കും. കാരണം ആ ഡീറ്റെയിൽസ് ഫുൾ അയച്ചവരുടെയാണ് ആദ്യം എടുത്തെടുത്ത് പോകുന്നത്. അതായത് ഫസ്റ്റ് മെസ്സേജുകൾ ആരാണോ അയച്ചത് അവരുടേത് ആദ്യം റിപ്ലൈ കൊടുത്ത് വന്ന് അതനുസരിച്ച് ഇപ്പം കൊറിയറിലും പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്ന് അയച്ചിട്ടില്ലാത്തവരുടേത് പിന്നെ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അവിടുന്ന് റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് പിന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് അയക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം കൂടെ ഈ ഡീറ്റെയിൽസും കൂടെ അയച്ചിടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലമാണെന്നുള്ളതും ഏതിൽ അയക്കേണ്ടതെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കുറേ പേര് ഇത് അയക്കാൻ ലേറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ പീസ് സോൾഡ് ഔട്ട് ആകുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബോർഡർ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അജ്രക്കിൻ്റെത് വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് ഇടാറില്ല. സ്റ്റോക്ക് എല്ലാ വീക്കിലും വരുന്നുണ്ട്. പിന്നെ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റാറില്ല, ടൈം കിട്ടുന്നില്ല, നല്ലോണം തിരക്കാണ്. അതുകൊണ്ട് അപ്പോൾ കാറ്റലോഗ് നോക്കി എടുക്കുന്നവർക്ക് അറിയായിരിക്കും, കണ്ടിന്യൂസ് കാറ്റലോഗിൽ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബോർഡർ ടൈപ്പ് ഡിസൈൻ ആയതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസൈൻ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മിനിമം 10 പീസാണ് എടുക്കേണ്ടത്. ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം 10 പീസാണ് എടുക്കേണ്ടത്. 10 പീസിന് മേളിലോട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത്. 10 പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത്. 10 പീസിന് താഴെ ഇപ്പോൾ 9 പീസാണ് എടുക്കുന്നതെങ്കിൽ പോലും ഇതിലുള്ള റേറ്റിനെക്കാളും 10 രൂപ കൂടുതലായിരിക്കും. ഇത് ഞാൻ പറയുന്നതൊന്ന് ക്ലിയർ ആയിട്ട് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ 10 പീസിൻ്റെ ബില്ല് സെൻഡ് ചെയ്യുമ്പം ഇതിലുള്ള റേറ്റിൽ തന്നെയാണല്ലോ 10 പീസ് എടുക്കുമ്പോൾ 10 രൂപ കൂടുതലല്ലേ, കുറവല്ലേ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതായത് നമ്മൾ പറയുന്നത് ഇതിൽ പറയുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 10 പീസ് എങ്കിലും മിനിമം എടുത്താലാണ് ഈ ഒരു റേറ്റിൽ കിട്ടുകയുള്ളൂ എന്നാണ്. അതായത് 10 പീസ് എടുക്കുമ്പോൾ ഈ ഒരു റേറ്റിനെക്കാളും 10 രൂപ കുറയും എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും ഡീറ്റെയിൽസ് കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള സംശയം വരുന്നത്. നമ്മൾ 10 താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസ്, 10 മേളിലോട്ട് എടുക്കുമ്പോൾ ഹോൾസെയിൽ, അങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ 3 പീസ് മുതലാണ് കേട്ടോ റീറ്റെയിൽ കൊടുക്കുന്നത്. അപ്പോൾ 3 പീസ് മുതൽ എടുക്കുന്നവർക്ക് 167 എന്നുള്ളത് 177 രൂപയാവും. 10 പീസ് എടുത്തെങ്കിലേ 167 കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ റേറ്റിൻ്റെ ഒരു കാര്യം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ. പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസലായി പോകും. കാരണം പീസുകൾ അത്രയും ഓർഡേഴ്സ് ഉള്ളതാണ്, തിരക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ടോ, പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുന്നില്ല, റിപ്ലൈ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത ഓർഡേഴ്സിന് അത് പീസുകൾ സോൾഡ് ഔട്ട് ആയി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഓർഡർ എടുപ്പിച്ചിട്ട് അവർ സെലക്ട് ചെയ്ത് നമ്മളുടെ അടുത്ത് ഓർഡർ തരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഡിസൈൻസ് സെലക്ട് ചെയ്ത് ഫോട്ടോസ് വിട്ടതിന് ശേഷമാണ് ഇവിടെ മെറ്റീരിയൽ ഓർഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ ഇപ്പോൾ 2 ഫോട്ടോ അയച്ച് ഇത് നിങ്ങൾ എടുത്ത് മാറ്റി വെക്കണം, ബാക്കി ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വേറെ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയക്കുന്ന ഓർഡേഴ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം രാവിലെ നമ്മളിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന അതേ കസ്റ്റമർ തന്നെ ഡിസൈൻസ് വേറെ ചേഞ്ച് ആക്കുകയും അയച്ച ഫോട്ടോ പോലും കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഡിസൈൻസ് അയച്ചവരുടെയാണ് ആദ്യം എടുത്തു പോകുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ ഏതെങ്കിലും പീസ് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുവാണെങ്കിൽ അതിന് പകരം പെട്ടെന്ന് തന്നെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്ത് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പീസുകൾ എടുത്ത് വെക്കും. അപ്പോൾ ചിലപ്പോൾ 1-2 പീസുകൾ സ്റ്റോക്ക് ഇല്ലാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ മണിക്കൂർ എടുക്കുമ്പോഴത്തേക്കും ഇത് ഇവർ എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കും അറിയുന്നില്ല.
അപ്പോൾ അത് വീണ്ടും ചോദിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് ബാക്കിയും കൂടെ അയച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ അജ്രക്കിൻ്റെ വീഡിയോ ഇടുമ്പോൾ നല്ല തിരക്കാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് അജ്രക്കൊക്കെ വരുമ്പോഴാണെങ്കിലും കാറ്റലോഗിൽ മാത്രം ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് വരാറുണ്ട്. അപ്പോൾ വീഡിയോ ഇടുമ്പം അതിനെക്കാട്ടിലും കൂടുതൽ തിരക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബില്ല് സെൻഡ് ചെയ്ത് തരും, റിപ്ലൈയും തരും. പക്ഷെ അന്നേരം ആ സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടണം എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അത് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്ന അയക്കുന്നത്. കൊറിയറിലായിട്ട് അയക്കുമ്പോൾ 3 വർക്കിംഗ് ഡേയ്സും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ 5 വർക്കിംഗ് ഡേയ്സുമാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, മെസ്സേജ് അയയ്ക്കുക. 3 വർക്കിംഗ് ഡേ കംപ്ലീറ്റ് ആയിട്ടും മെറ്റീരിയൽ കിട്ടിയിട്ടില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ കിട്ടാതിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് റൂട്ടായി പോവോ അങ്ങനെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊറിയറിൽ, പോസ്റ്റിലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയും ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അത് കൂടെ ഒന്ന് ഓർക്കുക. പിന്നെ നമ്മുടെ രണ്ട് ചാനൽസിലുമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ഇടുന്നത്. പിന്നെ ഇപ്പോൾ വീഡിയോസ് കുറവാണ് വരുന്നത്. കാരണം തിരക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിരക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കാറ്റലോഗ് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടവർക്കൊക്കെ. ഇതിൻ്റെ പ്രിൻറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ, അജ്രക്കിൻ്റെ നോർമലി നമ്മൾ അജ്രക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈപ്പ് പ്രിൻറ്റുകളും അതുകൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻറ്റും വന്നിട്ടുണ്ട്. ഇതുണ്ട് ഇതുപോലത്തെ ഈ ഒരു മോഡലൊക്കെ. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ്. ഇത് എല്ലാ ഡിസൈൻസും വരുന്നത് കുമാർ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിലും കളേഴ്സ് സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത്. 3 കളറാണ് അജ്രക്കിൽ വരാറുള്ളത്. ഒറിജിനൽ അജ്രക്ക് ആണെങ്കിൽ 3 കളേഴ്സാണ് വരുന്നത്. പിന്നെ അജ്രക്കിൻ്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ പല പല ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട്. അജ്രക്ക് ഒറിജിനൽ അജ്രക്ക് ആയിരിക്കത്തില്ല. അങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ കളേഴ്സൊക്കെ കാണും, വേറെ വേറെ കളേഴ്സൊക്കെ കാണും, ഗ്രീൻ കളറ് അങ്ങനെയൊക്കെ കാണും. പക്ഷേ ഒറിജിനൽ അജ്രക്കിൽ കൂടുതലായിട്ടും ഈ ഒരു 3 കളർ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് അയച്ചു തരിക. പിന്നെ ഇത് കൂടാതെ നമ്മൾ കാറ്റലോഗിലുള്ള ബാക്കി കളക്ഷൻസ് 320 കളക്ഷനൊക്കെ വീഡിയോ ആയിട്ട് ഇടാതെ തന്നെ കാറ്റലോഗിൽ ഇടുന്നുണ്ട്. ഇന്നലെ 320ൻ്റെ കളക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 135 രൂപ മുതലുള്ള മെറ്റീരിയൽസ് നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. അൽഫൈൻ മെറ്റീരിയലും അതൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ പരിധാൻ ഗോൾഡിൻ്റെ കളക്ഷൻസ്, വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ് 153 രൂപയുടെ ആ ഒരു 153 രൂപയുടെ ഐറ്റംസും 157 രൂപയുടെ ആ ഒരു ഐറ്റംസൊക്കെ വേണ്ട ആൾക്കാർ കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എനിക്കതെല്ലാം വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. നേരത്തെ നമ്മൾ വരുന്ന കളക്ഷൻസൊക്കെ വീഡിയോസായിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സീസൺ ആയതുകൊണ്ട് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, കളക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഓർഡർ എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വരുന്ന മെസ്സേജുകൾക്കാണ് റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ അതിന് ശേഷം മെസ്സേജ് അയച്ചവരുടെ, രാത്രിയിലൊക്കെ അയച്ചവരുടെയൊക്കെ രാത്രിയിൽ നമ്മൾ ഓർഡർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിക്ക് ഓപ്പൺ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ബില്ലും റിപ്ലൈ ഒക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഓർക്കുക, ആ ഒരു സമയത്ത് മെസ്സേജ് അയച്ചാലാണ് റിപ്ലൈ കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്